പണ്ട് പണ്ട് തേനീച്ചകളാൽ പ്രസിദ്ധമായ ഒരു കാടുണ്ടായിരുന്നു, ചിഞ്ചിലക്കാട്. അവിടെ ബുദ്ധിമാനായ വിക്രു എന്ന തേനീച്ചയും അവൻ്റെ കൂട്ടുകാരും കൂടി ഒരു മരത്തിൻ്റെ മുകളിൽ താമസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ തേൻ ശേഖരിക്കാൻ പോയപ്പോൾ അവർക്ക് മതിയായ അളവിൽ തേൻ കിട്ടിയില്ല. ഓരോ ദിവസം പോകുന്തോറും കിട്ടുന്ന തേനിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വന്നു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ചെടികളിലെ പൂക്കളൊക്കെ ഉണങ്ങി വരണ്ടുകൊണ്ടേയിരുന്നു. സാമർത്ഥ്യക്കാരനായ വിക്രുവിന് ഇവിടെ കൂടുതൽ നാൾ ജീവിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് മനസ്സിലായി. അവൻ തേനീച്ചക്കൂട്ടത്തോട് കാര്യം പറഞ്ഞു. പക്ഷേ അവരൊക്കെ അവനെ കളിയാക്കി. വിക്രു ഈ കാര്യം തൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് തേൻ കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചു യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴും മറ്റുള്ള തേനീച്ചകൾ അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും വിക്രു തൻ്റെ ഉറ്റ സുഹൃത്തായ അക്രുവുമായി ചേർന്ന് പുറപ്പെടാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും അങ്ങനെ പറന്ന് അങ്ങ് ദൂരെ എത്തി. ക്ഷീണിതരായ അവർ കിട്ടിയ ഒരു കുഞ്ഞു ചെടിയുടെ തണലിൽ വിശ്രമിച്ചു. അത്രയ്ക്കും പറന്നിട്ടും പൂക്കളാൽ സമൃദ്ധമായ ഒരു സ്ഥലം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. വിശന്നു വലഞ്ഞ വിക്രുവും അക്രുവും തങ്ങളുടെ കയ്യിലുള്ള അവസാന തേനും കഴിച്ച് അവിടെ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അങ്ങ് ദൂരെയായി ഒരു പച്ചപ്പ് കണ്ടു. അടുത്തെത്തിയ വിക്രു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതാ കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ചെടികളും പൂക്കളും ഒക്കെ അവർ കണ്ടു. ആഹാ, എന്ത് രസം! എന്നിട്ട് നല്ല ഭംഗിയുള്ള മരത്തിൽ അവനൊരു തേൻകൂടുണ്ടാക്കി അതിൽ നിറയെ തേൻ ശേഖരിച്ചു. അത് നിറയാറായപ്പോൾ തൻ്റെ പഴയ ഗ്രാമത്തിൽ പോയി കൂട്ടുകാരെയും കുടുംബത്തെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു. എന്നിട്ടവർ നല്ല സുഭിക്ഷമായി തേൻ കുടിച്ച് ആസ്വദിച്ച് ജീവിച്ചു.